വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ CSIR ജൂൺ ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ്. പഠനം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ വളരെ വേഗമായിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കുന്ന ഒരു പഠന സ്ട്രാറ്റജിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം, ഒരു ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുന്നത് പഠനം കോർ പോർഷൻസ് എല്ലാം പഠിച്ച് തീർക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ കോർ പോർഷൻസ് എല്ലാം പഠിച്ച് തീർത്ത് അതിൻ്റെ ടെസ്റ്റുകളൊക്കെ എഴുതി അത് പ്രൂവൺ ആക്കിയതിന് ശേഷം നമ്മൾ അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ഒരു മെയ് ഒക്കെ ആകുമ്പോഴേക്കും, ഈ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കോർ ഫിസിക്സ് എല്ലാം തീർത്ത് മെയ് മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള പേപ്പറുകളെല്ലാം പഠിച്ച് തീർത്ത് നമ്മൾ പിന്നെ ജൂണിലേക്കുള്ള എക്സാമിലേക്ക് നമ്മൾ അടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ പഠിച്ചില്ലെങ്കിൽ, ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ അടിസ്ഥാനമിട്ട് പഠിച്ചില്ലെങ്കിൽ ജൂണിലേക്കുള്ള പരീക്ഷ നമുക്ക് വീണ്ടും പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ പഠനം നന്നായിട്ട് കൊണ്ടുപോവുക. ആദ്യമൊക്കെ കുറച്ച് ഉഴപ്പൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഇപ്പം ഇതാണ്. അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ പറ്റും. കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്ഷനുള്ള സമയം ഒട്ടുമേ ഇല്ലെന്നാവും. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴേ തുടങ്ങുക. ഇനി നമുക്ക് മുമ്പിൽ ഒരു 75 ഡേയ്സ് മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അപ്പോൾ ഇനിയുള്ള 75 ഡേയ്സ് അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ JRF ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും, യാതൊരു സംശയവും വേണ്ട. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും വേണം, നന്നായിട്ട് പഠിച്ചു പോവുകയും വേണം. പഠനം, മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ടെസ്റ്റുകൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരുപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോർഷൻ ടൈം ലിമിറ്റിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. വളരെ ഒരു സ്ട്രെസ്സും ഇല്ലാതെ വളരെ കൂളായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. സോ ഇപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കഴിഞ്ഞ ഡിസംബർ മാസം നടന്ന പരീക്ഷയുടെ CSIR ഫിസിക്സ് പരീക്ഷയുടെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ലെറ്റ് us see that problem. നോക്കുക, a spin half particle is in a magnetic field B equals Bx x cap plus By y cap, for which the spin dependent Hamiltonian is H is equal to minus A S dot B, where A is a positive constant and S is the spin operator. The eigenvalues of the Hamiltonian are eigenvalues of the Hamiltonian. So ഇത് ക്വാണ്ടം മെക്കാനിക്സിലെ ആംഗുലാർ മൊമെന്റം ആൾജിബ്രയിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ഞാൻ പല ആവർത്തി പഠിപ്പിക്കുമ്പോഴും പല വീഡിയോസിലും എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ക്വാണ്ടം മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ധാരാളം പ്രോബ്ലംസ് വരും. അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അത് നമ്മുടെ ആംഗുലാർ മൊമെന്റം ആൾജിബ്രയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പിൻ ആംഗുലാർ മൊമെന്റം ആൾജിബ്ര. സോ അതിൽ നിന്നും വരുന്ന ഒരു പ്രോബ്ലമാണ്. ബട്ട് ഈ പ്രോബ്ലം എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സും ക്വാണ്ടം മെക്കാനിക്സും കമ്പൈൻ ചെയ്തുകൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റൂ. മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ ലീനിയർ ആൾജിബ്ര, അവിടെ നിന്ന് നമുക്ക് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐഗൻ വാല്യൂസ് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ആ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച മെത്തേഡുകളെല്ലാം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഇതുപോലെ കമ്പൈൻഡ് കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കറക്റ്റ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. സോ അത് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ പഴയ നിങ്ങൾ നെറ്റിൻ്റെ ടെസ്റ്റുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, വൺ കോൺസെപ്റ്റ് ഈസ് മാപ്ഡ് ഇൻ ടു വൺ ഔട്ട്കം. ബട്ട് ഇപ്പോഴങ്ങനെയല്ല. ഇത് ഒരു കോൺസെപ്റ്റാണ്, ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു കോൺസെപ്റ്റ്, ഓക്കെ, സ്പിൻ ആംഗുലാർ മൊമെന്റം ആൾജിബ്ര. ബട്ട് ഇത് ഏതൊക്കെ ഔട്ട്കംസുമായിട്ടാണ് ഇത് മാച്ച് ചെയ്ത് പോകുന്നത് നോക്കുക. ഇത് ആംഗുലാർ മൊമെന്റം ആൾജിബ്രയുമായിട്ട് മാപ്പ് ചെയ്ത് പോകുന്നു, ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള പോർഷൻസുമായിട്ട് മാപ്പ് ചെയ്ത് പോകുന്നു. സോ ഇതെല്ലാം നമുക്ക് ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ മാപ്പിംഗ് ആണ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നടക്കുന്നത്. സോ ആ ഒരു മൾട്ടിപ്പിൾ കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ. സോ ഇതും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. സോ ലെറ്റ് us see how can we solve. So you are given the magnetic field B
equals bx x cap plus by y cap. Bx x cap plus by y cap. So what is the Hamiltonian then? Hamiltonian is given by H is equal to minus a into s dot b. Minus a into s dot b with a greater than 0 is given. So here Hamiltonian H is equal to minus a into b is bx x cap, by y cap. So we only have two components, right? So there is no z component. So if you take the dot product, it will be sx bx plus sy by. Sx bx plus sy by. Then you know what is sx in terms of a Pauli's spin matrices. It is h cross by 2 into sigma x, and sy is h cross by 2 into sigma y substituted here. So if you see, h cross by 2 will be common. So h is equal to minus a h cross by 2 into sigma x bx plus sigma y by. Then you know what are sigma x and sigma y. So sigma x is equal to what? Sigma x is equal to 0, 1, 1, 0, and sigma y equals 0, minus I 0. So substituted here. So the Hamiltonian could be transformed into a matrix form. So it is equal to minus h cross by 2 into 0, 1, 1, 0 into bx plus 0 minus I 0 into by. So simplify it. So Hamiltonian equals minus a h cross by 2 into minus h cross by 2 into, then add these two matrices, 0, 0. So bx plus so 0, first term is 0, and the second term bx minus iby, right? And what will be the third term? Bx plus iby. What is the fourth one? It is a 0, right? So this is the matrix. Now we have to find the eigenvalues of the Hamiltonian. So we have to find the eigenvalues of this matrix, right? So what are the eigenvalues? So to find the eigenvalues, you have determinant a minus lambda I should be equal to 0. You have to solve this determinant. So what it will be? So this is equal to so to find the eigenvalues, so determinant first term a minus lambda I. So in terms of lambda, so in the place of lambda, you will have, what are the eigenvalues? The eigenvalues are the energy eigenvalues, right? So you can substitute either lambda or you can substitute either energy. Anything you can substitute. So a minus lambda is 0 minus e into I is I2. Isn't it? Identity matrix of order 2. So if you substitute it, what will you get? Minus e. Isn't it? So what this one? Minus a h cross by 2 into bx minus I by, and here minus a h cross by 2 bx plus I by, and the fourth one is again minus e. This is equal to 0. This is equal to 0. Then you just you know how to find the eigenvalues. What is it? Minus e into minus e. Is it 2 by 2 matrix? This is a 2 by 2 matrix. You can easily find the eigenvalues. So minus e into minus into minus plus. So e square minus, so minus into minus plus. So it is a square h cross square by 4 into a square h cross square by 4 into a plus b into a minus b, a square minus b square. So bx square minus, then I into I, minus into minus plus bx square plus by square. So what is this? This is equal to 0. So what is E? E is equal to energy eigenvalues plus or minus a h cross by 2 into bx square plus by square whole power 1 by 2. So these are the energy eigenvalues. How many energy eigenvalues you should get? You should get a 2 energy eigenvalues. Why? Because you are getting a 2 by 2 matrix. So if it were a 3 by 3 matrix, you could have got
three eigenvalues. Okay, so that you know. So this is the eigenvalue. So then which is the option? So if you think about the options, so plus or minus a h cross by 2 bx square plus by square whole power 1 by 2. The third option will be the correct answer. So I hope you have understood this question. So ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2025 ഡിസംബറിലെ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. സോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ CSIR ഫിസിക്സിൻ്റെ JRF വിക്ടറി ബാച്ചിലേക്കുള്ള പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ 75 ദിവസത്തേക്കുള്ള നമ്മുടെ ടൈം ടേബിളും 75 ദിവസത്തേക്ക് വേണ്ടിയുള്ള ലൈവ് സീരീസിൻ്റെ ടൈം ടേബിളും എല്ലാം സെറ്റാണ്. നമ്മൾ അടുത്ത ദിവസം മുതൽ ലൈവ് സീരീസ് കൂടുതൽ ദിവസങ്ങളിലേക്ക് നമ്മൾ എടുക്കുന്നു. സോ അത് ഒരു ദിവസം 2 മണിക്കൂർ വെച്ചിട്ടുള്ള ലൈവ് സെഷൻസ്, അതിലെ പ്രോബ്ലംസ് മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ വീക്കും എക്സാമുകളും ഉണ്ടാവും. അപ്പോൾ എക്സാമിനും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ലൈവിനും പ്രിപ്പയർ ചെയ്തിട്ട് വന്നാൽ പ്രോബ്ലംസ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു ലൈവ് സെഷനും ഇൻറ്റൻസീവ് പ്രോബ്ലം സോൾവിങ്ങും അസൈൻമെൻറ്റുകളും വർക്കൗട്ട് ആക്ടിവിറ്റീസും പിന്നെ ഓരോ ആഴ്ച നടക്കുന്ന 2 എക്സാമുകൾ വീതം, ബുധനും ശനിയും നടക്കുന്ന 2 എക്സാമുകളും പിന്നെ ഓരോ മാസവും നടക്കുന്ന ക്യുമുലേറ്റീവ് എക്സാമുകളും പിന്നെ ഓരോ പേപ്പർ കഴിയുമ്പോഴും നമ്മൾ ചെയ്യുന്ന റിവിഷൻ ടെസ്റ്റുകളും, ഇതെല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഈ പ്രോസസ്സ് എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഫ്രെയിം ചെയ്തിരിക്കുന്നതാണ്. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈസ് റെഡി ടു ഹെൽപ്പ് യു ടു ക്രാക്ക് ദ ജൂൺ CSIR ഫിസിക്സ് വിത്ത് JRF. സോ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ, നിങ്ങൾ സഹകരിച്ചാൽ, കോപ്പറേറ്റ് ചെയ്താൽ നമുക്ക് JRFോട് കൂടി തന്നെ പാസ്സാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം റിസോഴ്സസ് എല്ലാം ഇവിടെ റെഡിയാണ്. ഇനി വേണ്ടത് നിങ്ങളുടെ മനസ്സാണ്. സോ ഐ ഇൻവൈറ്റ് യു ഓൾ ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. So wish you all the best. We will see you in the classes. Thank you.